ഈ റൈസ് വേഫിൾസ് ഇവിടെ എല്ലാ സ്റ്റോറിലും കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കുന്ന, പക്ഷെ ഇതിലൊരു പ്ലെയിൻ ടേസ്റ്റ് ആണ്, ഉപ്പോ എരിവോ ഒന്നും ഇല്ലാത്തൊരു സംഭവം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സാധനം വാങ്ങിച്ചാൽ അതിനെ കറുമുറ കടിച്ച് തിന്നാതെ ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റീവായി തിന്നാമെന്ന് കൂടി നമുക്ക് ആലോചിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ക്രിയേറ്റിവിറ്റി കൂടിയിട്ട് വാങ്ങിച്ചൊന്നുമല്ല. ഈ ഒരു യൂട്യൂബ് ചാനലിൽ സ്റ്റെഫി അറിയുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. സ്റ്റെഫി എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലോട്ട് പീനട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് അതിന്റെ മുകളിലേക്ക് ബനാന കൂടി വെച്ച് ഡിന്നർ റെസിപ്പി ആയിട്ടാണ് യൂസ് ചെയ്തത്. എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല അത്, അതുകൊണ്ട് തന്നെ ഞാൻ പിസ്ത ക്രീം വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ സ്റ്റെഫിയെ പോലെ നമുക്ക് ഡിന്നർ റെസിപ്പി ആയിട്ടൊന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല കേട്ടോ ഇത് സാധാരണ ഒരു ചെറിയൊരു സ്നാക്സ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സംഭവം സൂപ്പർ ആയിട്ടുണ്ട്, എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബനാന വെച്ചില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. പിസ്ത ക്രീമിന്റെ ടേസ്റ്റ് തന്നെയാണ് ഈ വേഫിൾസിന് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഡൗട്ട് എന്താണെന്നറിയോ, ഇപ്പൊ ഈ 4 പഴത്തിന്റെ പീസ് മാത്രമേ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ബാക്കി പഴയ സ്റ്റെഫി എന്താ ചെയ്തേ? സ്റ്റെഫി എന്നല്ല, പകല യൂട്യൂബേഴ്സും ചെയ്യുന്ന സംഭവം കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവർ ഇത്രയും ചെറിയ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കി തിന്ന് കാണിച്ചാല് ഈ ബാക്കി പഴം ഇവർ എന്താ ചെയ്യുന്നത്? ഞാൻ എന്തായാലും കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇത് ഫുള്ളായിട്ട് തിന്നുന്നുണ്ട്. അപ്പൊ ഈ പഴം തിന്നാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഈ വേഫിൾസിന്റെ മുകളിൽ പിസ്ത ക്രീം വെച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മുകളിലൊരു പഴം വേണമെങ്കിൽ ടോപ്പിംഗ് ആയി വെച്ചോ. ഉണ്ടാക്കി നോക്കിയാൽ കമന്റ് ചെയ്യണം കേട്ടോ. ബൈ.